അദ്ദേഹത്തിൻ്റെ പേര് കണംപുല്ല നയനാർ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇത് ജനങ്ങൾ വിളിച്ച പേരാണ് കണംപുല്ല നയനാർന്ന്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഇരിക്കുവേളൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമമായിരുന്നു. ആ ഇരിക്കുവേളൂർ ഗ്രാമത്തിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിലെ വിളക്ക് കത്തിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വിളക്ക് കത്തിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകാശം, ശിവപ്രകാശം എങ്ങുമെങ്ങും പരത്തുക. അതാണ് വിളക്ക് കത്തിക്കലിലൂടെ ഒരു സാധകൻ ചെയ്യുന്ന ശിവസേവ. അങ്ങനെ ഇരിക്കുവേളൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ ഇദ്ദേഹം പതിവായി വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പോൾ എണ്ണ വാങ്ങി ഇദ്ദേഹം തന്നെയാണ് അതിലൊഴിക്കുന്നത്. ജോലി ചെയ്ത് എണ്ണ വാങ്ങി, ആ പൈസ കൊണ്ട് എണ്ണ വാങ്ങി അത് ക്ഷേത്രത്തിലൊഴിച്ച് കത്തിക്കുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ശിവക്ഷേത്രത്തിലെ വിളക്ക് കത്തിക്കാൻ എണ്ണയ്ക്ക് പകരം അദ്ദേഹം കണംപുല്ല് ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം കണംപുല്ല് വെട്ടി വിറ്റ് ആ പൈസ കൊണ്ട് എണ്ണ മേടിച്ചാണ് ഒഴിച്ചിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഈ കണംപുല്ല് മേടിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരവസ്ഥയിൽ കണംപുല്ല് തന്നെ പിരിച്ച് ചരട് പോലെയാക്കി അത് വിളക്കിൽ വച്ച് കത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ കണംപുല്ല് കത്തി തീർന്നത് കഴിഞ്ഞപ്പോൾ പിന്നെ വിളക്ക് പ്രകാശിപ്പിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജട, ഇദ്ദേഹം ശിവഭക്തനായതുകൊണ്ട് ജട വളർത്തിയിരുന്നു. ആ ജട വെട്ടിമുറിച്ച് അത് വിളക്കിൽ വച്ചു. അങ്ങനെ വീണ്ടും വിളക്ക് പ്രകാശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജടയും കത്തി അമർന്നപ്പോൾ അദ്ദേഹം ശരീരത്തിലെ പല ഭാഗങ്ങളും വെട്ടി കത്തിക്കാൻ തുടങ്ങി. അവസാനം ഇദ്ദേഹം ശരീരം മുഴുവനും ഇങ്ങനെ വെട്ടി നുറുക്കി വിളക്കായി കത്തിക്കുന്നത് കണ്ട് ശിവഭഗവാൻ കനിവ് തോന്നി ഇദ്ദേഹത്തെ സ്വന്തം ലോകത്തിലേക്ക്, ശിവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഇവിടെയും കഴിഞ്ഞ തവണ നാം കണ്ടതുപോലെയുള്ള ആ കാഴ്ചയാണ് കാണുന്നത്. ശിവക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുക. ആ വിളക്ക് കത്തിക്കുന്നത് സ്വന്തം ശരീരം കൊണ്ട് തന്നെ ആവുമ്പോൾ അതിന് പ്രതീകാത്മകമായ ഒരുപാട് അർത്ഥമുണ്ട്. ജട കത്തിക്കുന്നു, ആദ്യം കണംപുല്ല് കത്തിക്കുന്നു, പിന്നെ അത് ശരീരത്തിൻ്റെ ഭാഗമായ ജട കത്തിക്കുന്നു, പിന്നെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെടുത്ത് കത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ശിവനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതായത് കണംപുല്ലെന്ന് വെച്ചാൽ പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾ ആരാണ് നിർമ്മിച്ചത്? ശിവഭഗവാൻ. അത് പ്രകൃതിയെ ആ നിർമ്മിച്ച ആൾക്ക് തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സ്വശരീരം നിർമ്മിച്ച ശിവന് ആ ശരീരം തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനെ ശരീരം സമർപ്പിക്കുക എന്ന അവസ്ഥ വരുമ്പോൾ ശരീരം തന്നെ ശിവാർപ്പണമായി മാറും. നമഃ, നമസ്കരിക്കുക എന്ന് നാം പറയില്ലേ? നമഃശിവായയിലെ നമയില്ലേ? അതിലെ നമ എന്ന് വെച്ചാൽ അത് ത്യാഗം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ത്യജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തെ തന്നെ ഭഗവാൻ തന്നതാണ്. അതുകൊണ്ട് അത് നമ്മുടേതല്ല, അത് ഭഗവാന്റേതാണ്. അപ്പം ഭഗവത് പ്രീതിക്ക് വേണ്ടി ആ ശരീരം തന്നെ എണ്ണയായി കരുതി വിളക്ക് പ്രകാശത്തിന് വേണ്ടി കത്തിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രകാശവും ശരീരഭാഗങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രകാശം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ ശരീരാവയവങ്ങൾ കത്തിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പ്രകാശമാണ്. അപ്പോൾ ശിവപ്രകാശം, നമ്മുടെ ശരീരം തന്നെ ശിവപ്രകാശമാക്കി മാറ്റുക, അങ്ങനെ ഒരർത്ഥം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ ശരീരം ശിവപ്രകാശമാണ്. ത്യജിക്കുക, ത്യാഗം ചെയ്യുക. എൻ്റെ ശരീരം തന്നത് ഭഗവാൻ ശിവനാണ്. അതുകൊണ്ട് ഭഗവാൻ ശിവന് വേണ്ടിക്കൊണ്ട്
ഞാൻ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നു. ഇദം ന മമ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന അവസ്ഥ. അപ്പോൾ സമ്പൂർണ്ണ ശരണാഗതി അടയുന്ന സമ്പൂർണ്ണ സമർപ്പണം, അതാണ് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു ശിവഭക്തൻ, ശിവസേവകൻ തൻ്റെ ശരീരം, മനസ്സും തൻ്റെ സമ്പാദ്യവും എല്ലാം ശിവഭഗവാനിൽ നിന്ന് കിട്ടിയതാണ്. അത് ശിവഭഗവാന് വേണ്ടി തന്നെ ത്യജിച്ച് ശിവഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ശിവഭഗവാൻ കനിഞ്ഞ് പ്രസാദിച്ച് അയാളെ ശിവലോകത്തിലേക്ക് തൻ്റെ പാദങ്ങളിൽ എത്തിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇതാണ് കണംപുല്ല നയനാരുടെ കഥയിലൂടെ ചേക്കിഴാസ്വാമി വിവരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതാത്മകമായ ശരീരം തന്നതാരാണ്? ശിവഭഗവാനാണ്. അത് ശിവന് വേണ്ടി തന്നെ സമർപ്പിക്കുമ്പോൾ ശിവൻ അയാളെ, ആ ഭക്തനെ പ്രസാദം കൊണ്ട് മൂടുന്നു, അരുൾ കൊണ്ട് മൂടുന്നു. അങ്ങനെ ശിവ അരുൾ കൊണ്ട് പ്രകാശിക്കുന്ന ശിവഭക്തൻ്റെ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. ഇതാണ് കണംപുല്ല നയനാരുടെ കഥയിലൂടെ ചേക്കിഴാസ്വാമി വിവരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ശിവഭക്തനെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് കാരി നയനാർ എന്നാണ്. തിരുക്കടവൂർ എന്ന് പറഞ്ഞ ഒരു നഗരത്തിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നത്. ഇദ്ദേഹം തമിഴ് ഭാഷയിൽ മഹാപണ്ഡിതനായിരുന്നു, കവിയുമായിരുന്നു. അപ്പോൾ കവികൾ പലപ്പോഴും വളരെ തീവ്രമായ ഭക്തി കൊണ്ട് അവരുടെ ഹൃദയം എപ്പോഴും വികാരവത്തായിരിക്കും. അവിടെ ഭക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കവികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഭാവന എല്ലാം തന്നെ ശിവനാൽ ലഭിച്ചതാണ്. കവികളെ സംബന്ധിച്ചിടത്തോളം, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദി ഗുരുവാണ് ഈ വാഗ്ദേവനായ ശിവൻ. അതുകൊണ്ട് ശിവനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇദ്ദേഹം തമിഴ് ഭാഷയിൽ കവിതകൾ എഴുതുമായിരുന്നു. അതൊക്കെ കൂടെ ഒരു ഗ്രന്ഥത്തിൽ ആയി പിന്നീട് പ്രസിദ്ധീകരിക്കേണ്ടായി. അതിൻ്റെ പേരാണ് കാരിക്കോവൈ. ഈ കാരിക്കോവൈ ദ്വയാർത്ഥത്തിൽ എഴുതപ്പെട്ട കവിതയാണ്. അതായത് പ്രത്യക്ഷത്തിൽ രാജാവിനെയാണ് വർണ്ണിക്കുന്നത്, പ്രശംസിക്കുന്നതെന്നൊന്നും, സത്യത്തിൽ ആ രാജാവ് ആരാണ്? ശിവഭഗവാനാണ്. അങ്ങനെ ശിവഭഗവാനെ പുകഴ്ത്തുന്ന കവിതകളാണ് ഇദ്ദേഹം എഴുതിയത്. പക്ഷേ രാജാക്കന്മാർ തെറ്റിദ്ധരിച്ചു അവരുടെ പുകഴിനെയാണ് വാഴ്ത്തിപ്പാടുന്നത് എന്ന്. അങ്ങനെ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെല്ലാം തന്നെ ഈ കവിത, കാരിക്കോവൈ എന്ന കവിത തന്നെ പറ്റിയാണ് പുകഴ്ത്തി എഴുതുന്നത് എന്ന് ധരിച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തൊക്കെ കൊടുത്തു. പണ്ട് കാലത്ത് അങ്ങനെയാണ്. കവികളെ അങ്ങേറ്റം രാജാക്കന്മാർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യായിരുന്നു. ഈ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ കാരിനയനാർ ശിവപ്രീതിക്ക് വേണ്ടി, ശിവസേവയ്ക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കാരിക്കോവൈ എന്ന കൃതിയിലൂടെ ശിവനെ നിരന്തരം പാടിപ്പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന ഒരു ജോലിയാണ് ഈ കവി ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ചിലരുടെ ജീവിത നിയോഗം എന്നൊക്കെ പറയാം. അവർക്ക് കവിത എഴുതാനുള്ള കഴിവ് കൊടുക്കുന്നു ഭഗവാൻ. ആ കഴിവ് അവർ തൻ്റെ സൃഷ്ടികർത്താവിനെ പുകഴ്ത്താൻ വേണ്ടി, സ്തുതിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ അത് കവിതയാക്കി മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ആത്മനിവേദനമാണ്, ശിവനോടുള്ള ആത്മനിവേദനമാണ് കാരിക്കോവൈ എന്ന ഈ കാവ്യം. അപ്പോൾ ഈ കവിതയിലൂടെ ഈ കവി ചെയ്തത് തന്നെ ശിവന് സമർപ്പിക്കുന്ന അവസ്ഥയാണ്. അതാണ് പൂജ പലതരത്തിലാകാം. നാം നേരത്തെ കണ്ടു എണ്ണ കൊണ്ട് പൂജ, വിളക്ക് കത്തിക്കുന്ന ജോലി.
പിന്നെ സ്വന്തം ശരീരഭാഗങ്ങൾ കൊണ്ട് വിളക്ക് കത്തിക്കുന്ന ജോലി. ഇവിടെ വാക്കുകളാണ്, ആത്മാവിൽ വിരിയുന്ന പുഷ്പങ്ങളാണ് വാക്കുകൾ. കുസുമതതിയിലേന്തും പൂന്തേൻ കുഴമ്പാണ് ഈ ഹൃദയത്തിൽ വിരിയുന്ന വാക്കുകൾ. അപ്പോൾ ചിലർ വാക്കുകളെ കൊണ്ടാണ് ഈശ്വരനെ, ശിവനെ പൂജിക്കുന്നത്. അപ്പോൾ ഈ തപസ്സുകളെല്ലാം തന്നെ അങ്ങനെയും നടത്താം. അതായത് വാക്പൂജയിലൂടെ ഉപാസകൻ വാക്കുകൾ, തനിക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയ വാക്കുകൾ ഉച്ചരിച്ച് ആ വാക്കുകൾ കൊണ്ട് ശിവപൂജ ചെയ്ത് ശിവപ്രീതി നേടാം. ഇങ്ങനെയുള്ള ഈ ഉപാസനാ സമ്പ്രദായം, വാക്പൂജ, ശിവഭഗവാൻ വളരെ ഇഷ്ടപ്പെടുന്ന പൂജയാണ്. അതുകൊണ്ടാണ് പല ശിവഭക്തന്മാരും തങ്ങൾക്ക് ശിവൻ കനിഞ്ഞനുഗ്രഹിച്ച വാക്കുകൾ കൊണ്ട് ഉപാസന നടത്തുന്നത്. ഈ ഉപാസന ശിവസാക്ഷാത്കാരത്തിലേക്ക് അവരെ നയിക്കും. അതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ശിവ ഉപാസന നടത്തിയ കാരിനായനാർ തൻ്റെ കാരിക്കോവൈ എന്ന കൃതിയിലൂടെ മഹാശിവനെ പാടിപ്പുകഴ്ത്തുകയും അങ്ങനെ ശിവപ്രസാദത്താൽ അദ്ദേഹത്തിന് ശിവപാദം അണയാൻ കഴിയുകയും ചെയ്ത കഥയാണ് കാരിനായനാരുടെ കഥയിലൂടെ ചേക്കിഴാർ സ്വാമി വിവരിക്കുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി 5 ശ്ലോകങ്ങളെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിട്ടുള്ളൂ. ചേക്കിഴാർ സ്വാമി 5 ശ്ലോകങ്ങളെ കൊണ്ടാണ് കാരിനായനാരുടെ കാരിക്കോവൈ എന്ന ആ മഹാകാവ്യത്തെ വിശദമാക്കി നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. ഓം ശിവായ നമഃ.